നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം പിടിവിട്ടു പോകുന്നു. ഇതൊരു ആണവ യുദ്ധത്തിൻ്റെ സ്വഭാവത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു തരത്തിലുള്ള അതിശയോക്തിയുമില്ല. കാരണം ബുഷർ മേഖലയിലേക്ക് ഇന്നലെ അമേരിക്ക നടത്തിയ ആക്രമണത്തിലൂടെ സാരമായ പരിക്കുകളാണ്, സാരമായ പ്രശ്നങ്ങളാണ് ബുഷർ ആണവ നിലയത്തിന് ഉണ്ടായിരിക്കുന്നത്. അണുവികിരണം നടന്നു എന്ന് പറയുകയാണ് ഇറാൻ. ഇങ്ങനെ അണുവികിരണം നടക്കുന്ന ഈ സാഹചര്യത്തിൽ സൗദി അറേബ്യയ്ക്കും ഖത്തറിനും ബഹ്റിനുമാണ് ഇതുകൊണ്ട് സാരമായ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. കാരണം ഇറാൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന രാജ്യങ്ങളാണ് ഇതൊക്കെയും. കാറ്റിൻ്റെ ഗതി നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം ഈ അണുവികിരണം കൊണ്ടുള്ള ദോഷമുണ്ടാകുവാൻ പോകുന്നത് സൗദി അറേബ്യയ്ക്കും ഖത്തറിനും ബഹ്റിനും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ അണുവികിരണം കടലിൽ സംഭവിക്കുമ്പോൾ ഈ ജലം ഒരു കാരണവശാലും ഉപയോഗയോഗ്യമല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അത്തരം ഒരു യുദ്ധമുറയിലൂടെ ഗൾഫ് ഒരു ശവപ്പറമ്പാകാൻ പോകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. അത്തരത്തിൽ കാര്യങ്ങൾ ഒരു കാരണവശാലും എത്തിക്കൂടാത്തതാണ്. എന്തായാലും ഇതിനു വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായി യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കുന്ന തരത്തിൽ ഒരു നീക്കുപോക്കുണ്ടാക്കിയില്ല എങ്കിൽ ഒരു പക്ഷേ പശ്ചിമേഷ്യയും മധ്യേഷ്യയും ഒരു ഓർമ്മയായി അവശേഷിക്കേണ്ടി വരും. ലോകത്തിൻ്റെ ഊർജ്ജ സ്രോതസ്സാണ് പശ്ചിമേഷ്യയും മധ്യേഷ്യയും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാരണവശാലും ഈ രാജ്യങ്ങളെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ലോകത്തിന് ചിന്തിക്കുവാൻ പോലും കഴിയില്ല. അതോടൊപ്പം ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത്, ഈ യുദ്ധം ഇങ്ങനെ പോകുമ്പോൾ ഇരു രാജ്യങ്ങളിലും, അതായത് അമേരിക്കയിലും ഇറാനിലും ഇതൊരു ആഭ്യന്തര പ്രശ്നം കൂടിയാകുന്നു. ഇതാ മിഡ് ടൈം ഇലക്ഷൻ വരാൻ പോകുന്നു. നവംബർ 3 എത്തുമ്പോൾ ട്രംപിന് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്തുണ്ട്. ഇനി റിപ്പബ്ലിക്കൻസ് പോലും ട്രംപിനെ എതിർത്തു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ സൈനിക തലത്തിലും വൻ അഴിച്ചുപണിയാണ് സംഭവിച്ചിരിക്കുന്നത്. പീറ്റർ ഹെഗ്സത്ത് അവരുടെ സൈനിക മേധാവിയായ റാൻഡി ജോർജിനെ മാറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഒരു യുദ്ധത്തിൻ്റെ സമയത്ത് ഒരു കാരണവശാലും ഇങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷേ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ എന്തോ ഗുരുതരമായ പ്രശ്നം അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ, യുദ്ധം മുന്നേറുമ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് വളരെയധികം വലിയ തിരിച്ചടിയുടെ നാളുകളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുത, ട്രംപ് ഇംപീച്ച് ചെയ്യപ്പെടുവാനുള്ളൊരു സാഹചര്യമൊന്നും അമേരിക്കയിലില്ല. പക്ഷേ ഈ യുദ്ധം വലിയ രീതിയിലുള്ള തിരിച്ചടി റിപ്പബ്ലിക്കൻസിനെ സംബന്ധിച്ചിടത്തോളം കൊടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ കീഴ്മേൽ മറിയുന്നത് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് അറിയുവാൻ കഴിയൂ. ഇനി മറുഭാഗത്തേക്ക് ഇറാൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ, ഇറാനും സമാനമായ രീതിയിൽ തന്നെ അടുത്താരാണ് അവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് പോലും അറിയില്ല. IRGC ആയിരിക്കും ഏറ്റവും നമുക്ക് കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആ IRGCയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണമായിരിക്കാം ഇറാനിൽ വരുവാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ കാണുവാൻ കഴിയുന്നത്. കാരണം ഈ ഇടക്കാല സർക്കാരിൻ്റെ ഇപ്പോഴുള്ള താൽക്കാലിക ഭരണകൂടത്തിൻ്റെ ഒരു ഉത്തരവും IRGC പാലിക്കുന്നില്ല. അവരുടെ തന്നിഷ്ടത്തിനനുസരിച്ചാണ് ഇറാനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവരെ പിന്തുണയ്ക്കാതെ മറ്റൊരു രക്ഷയും ഇപ്പോഴത്തെ താത്കാലിക ഭരണാധികാരികൾക്കില്ല. അത് പ്രത്യേകിച്ചും മസൂദ് പെഷഷ്കിയാൻ്റെ കാര്യമെടുത്താലും അബ്ബാസ് അറാഖ്ചിയുടെ കാര്യമെടുത്താലും ഒക്കെ ഈ IRGCയെ പിന്തുണയ്ക്കാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കില്ല. IRGC മോജദ്ദബ ഖമേനയെ വധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നത്. ആ തരത്തിൽ പോലും കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. എന്തായാലും അമേരിക്കയുടെ കാര്യമായ ഇടപെടൽ ഇറാനിൽ ഉണ്ടായാൽ തീർച്ചയായും IRGC മാറ്റി നിർത്തപ്പെടുകയും ഇപ്പോഴുള്ള താത്കാലികമായ ഭരണകൂടത്തെ ഒരു ജനാധിപത്യ സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരുവാനും ഒക്കെ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ ദിശ തന്നെ ആയിരിക്കും. കാരണം മസൂദ് പെഷഷ്കിയാൻ പോലുള്ള ഒരു നേതാവിനെ എല്ലാ തലത്തിലുള്ള ആൾക്കാരും അംഗീകരിക്കുന്നുണ്ട്. മിതവാദിയായ നേതാവാണ്. കാര്യങ്ങളെ വളരെ നല്ല രീതിയിൽ മോഡേൺ ആയിട്ടുള്ള ഒരു ആധുനികമായുള്ള രീതിയിൽ ചിന്തിക്കുവാനും ഒക്കെയുള്ള ശേഷിയുള്ള നേതാവാണ്. അതുകൊണ്ട് തന്നെ മസൂദ് പെഷഷ്കിയാൻ അധികാരത്തിൽ വന്നപ്പോൾ പലരും സന്തോഷിച്ചിരുന്നു. ഇനി അങ്ങോട്ടും മുന്നോട്ടും ഒരു പക്ഷേ
ഖമനായി ഭരണകൂടം അടിമുടി തകർക്കപ്പെട്ടു കഴിഞ്ഞു. ആ തകർക്കപ്പെട്ടതിന് ശേഷം ഒരു ഭരണകൂടം വരുന്നത് ഒരു ജനാധിപത്യ ഭരണകൂടമാകുകയും അത് മസൂദ് പെഷഷ്കിയാൻ്റെ നേതൃത്വത്തിൽ വരികയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വാഗതാർഹമായ കാര്യമായിരിക്കും. ലോകത്തിനെ സംബന്ധിച്ചിടത്തോളം, ഇറാനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്തായാലും ഇതൊരു എസമെട്രിക് വാർഫെയർ ആണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈന്യത്തിൻ്റെ തുലനം ചെയ്യാൻ പോയിട്ട് അവരുടെ ഒരു പൊട്ട് പോലും, അവരുടെ ഒരു മൂല പോലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത്രയേറെ ശക്തമായ ഒരു സൈന്യം തന്നെയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പോൾ രണ്ട് ഭാഗത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. അമേരിക്ക സാമ്പത്തികമായി തകർന്നു തുടങ്ങുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. പക്ഷേ ഇറാൻ ഈ രീതിയിൽ തകരുമ്പോഴും ഇറാന് ചില യുദ്ധം വളരെ നിർണായകമായിട്ടുള്ള ചില പോരാട്ടങ്ങളൊക്കെ നടത്തുവാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും F-15E പോലുള്ള വിമാനങ്ങൾ അടിച്ചിടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇറാന്. അതോടൊപ്പം തന്നെ വാട്ട് ഹോഗ A-10 പോലുള്ള വിമാനങ്ങൾ, അമേരിക്കയുടെ വിമാനങ്ങൾ അടിച്ചിടുവാൻ വേണ്ടിയിട്ട് ഇറാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 വൈമാനികരെയാണ് അവർക്ക് നഷ്ടമായത്. പക്ഷേ അവരെ രണ്ടുപേരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് കഴിഞ്ഞു. ഇറാൻ ഇവരെ കണ്ടെത്തിക്കൊണ്ട് ഒരു വിലപേശലിനൊക്കെ ഒരു കാര്യം സജ്ജീകരിച്ചു കൊണ്ടുവന്നതാണ്. പക്ഷേ അമേരിക്കയുടെ ശക്തമായ ഭീഷണി ഉണ്ടായി. ഇനി ഏതെങ്കിലും തരത്തിൽ വൈമാനികർക്ക് അപകടമുണ്ടായാൽ ഇറാനെ കത്തിക്കും എന്നതിന് ഒരു സംശയവുമില്ല. അമേരിക്കയുടെ സ്വഭാവത്തെക്കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള ഇറാൻ 62 ലക്ഷം രൂപയാണ് ഇനാമായിട്ട് പ്രഖ്യാപിച്ചത്. ഈ വൈമാനികരെ തേടിയെടുത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം ജീവിച്ചോ മരിച്ചോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ, ജീവനുള്ളതോ ഇല്ലാത്തതോ ആയ സാഹചര്യത്തിലൊക്കെ കൊണ്ടുപോയി കൊടുത്താൽ മതി എന്ന തരത്തിലായിരുന്നു ഇറാൻ പറഞ്ഞത്. എങ്കിൽ പിന്നീട് പറഞ്ഞത് ഇത് ജീവനോടുകൂടി തന്നെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ഇപ്പോൾ 2 വൈമാനികരെയും അമേരിക്കയ്ക്ക് ലഭിച്ചു. അമേരിക്ക തന്നെയാണത് കണ്ടെത്തിയത്. വലിയ ബുദ്ധിമുട്ട് ഏറിയ ഒരു ശ്രമം തന്നെയായിരുന്നു. പക്ഷേ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് F-15 പോലുള്ള ഒരു യുദ്ധവിമാനം അടിച്ചിടുവാൻ വേണ്ടിയിട്ട് ഇറാന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ്റെ സൈനിക ശേഷിക്ക് കാര്യമായ രീതിയിലുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു സൈനിക ശേഷി വെച്ച് വിലയിരുത്തി നോക്കുമ്പോൾ ഇറാന് അത്രമേലൊരു വലിയ സൈനിക ശേഷിയൊന്നുമില്ല. ഇങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും നമുക്ക് ഈ അണ്വായുധത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു, കൃത്യമായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ ഈ ഇറാൻ്റെ കയ്യിലുള്ള അണ്വായുധത്തിന് വലിയ രീതിയിലുള്ള ചോർച്ചയുണ്ടായാൽ തീർച്ചയായിട്ടും ആ മധ്യേഷ്യയും പശ്ചിമേഷ്യയും ഒരു ശവപ്പറമ്പായി മാറും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാത്തതാണ്. പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്ന രാജ്യങ്ങളാണ് മധ്യേഷ്യൻ രാജ്യങ്ങൾ. അവിടെയാണ് നമ്മുടെ ഏറ്റവും അധികം ഭാരതീയർ തൊഴിലെടുക്കുന്നത്. ആ രാജ്യത്തിൻ്റെ ഒക്കെ തകർച്ച ഒരു കാരണവശാലും സംഭവിച്ചു കൂടാത്തതാണ്. എന്തായാലും നിർണായകമായ ചില തീരുമാനങ്ങൾ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അത്തരത്തിൽ പ്രതീക്ഷ വച്ച് പുലർത്തുമ്പോഴും ഇറാൻ സമാധാന ശ്രമങ്ങൾക്ക് തയ്യാറാണ് എന്ന് പറയുമ്പോഴും ഇറാനും ഒട്ടും മോശമല്ല ഈ കാര്യത്തിൽ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൻ്റെ ദിമോണ മേഖലയിലേക്ക് വലിയ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ആദ്യം തന്നെ ഇറാൻ നടത്തി. ഇറാനാണ് ഈ വിഷയം തുടങ്ങി വെച്ചത് തന്നെ. ഇസ്രായേലിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള നെഗേവ് ന്യൂക്ലിയർ റിസർച്ച് സെൻറ്ററിൻ്റെ അടുത്തേക്ക് ആദ്യത്തെ ആക്രമണം നടത്തുന്ന ആരാണ്? ഇറാനാണ് അത്തരത്തിലുള്ളൊരു ആക്രമണം നടത്തുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ദിമോണയിലാണ് ഇന്ത്യയിൽ നിന്ന് പോയ, ഒരു കാലത്ത് ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ വംശജരായിട്ടുള്ള ജൂതന്മാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഇന്ത്യയിൽ അവരുണ്ടായിരുന്ന സമയത്ത് പലായനം ചെയ്യപ്പെട്ട് ഒരു കാലത്ത് അവർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് അവർക്കൊരു രാജ്യം കിട്ടിയപ്പോൾ ഇസ്രായേലിലേക്ക് മടങ്ങിപ്പോവുകയുണ്ടായി. ആ ആൾക്കാർ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് ഈ ദിമോണ മേഖലയിലാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഈ മേഖലയിലേക്കാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തോടു കൂടിയാണ് ഈ ആണവ നിലയങ്ങൾക്ക് നേരെയുള്ള ഒരു ആക്രമണത്തിൻ്റെ തുടക്കം ഉണ്ടാകുന്നത്. പിന്നീടാണ് ഇസ്രായേൽ നേരെ ഇറാൻ്റെ ബുഷർ ആണവ നിലയത്തിലേക്കും ഒക്കെയുള്ള ആക്രമണം നടത്തി. എന്തായാലും ഇരുഭാഗങ്ങളും ആക്രമണം നടത്തി. ഈ ആണവ നിലയങ്ങളിലേക്കൊക്കെ ആക്രമണം നടത്തി. അതൊട്ടും ആശാസ്യകരമായ സംഭവമില്ല. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ ഇടപെടേണ്ടത് UN ആണ്. UN ഇപ്പോഴും മൗനം പാലിക്കുകയാണ് എന്നുള്ളതാണ്. UN കൂടി അസ്തമിച്ചിരിക്കുന്നു. നേരത്തെ ലീഗ് ഓഫ് നാഷനൊക്കെ പിരിഞ്ഞു പോയതുപോലെ UN പിരിച്ചു വിടേണ്ടതാണ് എന്ന തരത്തിൽ തന്നെയാണ് ലോകത്തിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന് സമാധാനപരമായി യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ
വലിയ രീതിയിലുള്ള പ്രശ്നം ഇറാനെ സംബന്ധിച്ചും നേരിടേണ്ടി വരും. പ്രത്യേകിച്ചും അമേരിക്കയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിൽ ഘോരം ചില ചാനലുകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അമേരിക്കയുടെ എല്ലാ വലിയ സൈനിക ശേഷിയും ഇറാനെതിരെ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറാൻ ഭസ്മമായി പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്ന് തന്നെ കരുതാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.